മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പത്തിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 283 എപ്പിസോഡിൽ അലൂമിന സിലിക്കേറ്റ് എന്ന അധ്യായത്തിൻ്റെ 4-ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. വളരെയധികം ധാരാളിത്തമുള്ളൊരു ഔഷധമാണ് ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിൻ്റെ ചില പ്രധാനപ്പെട്ട പർട്ടിക്കുലർ സിംറ്റംസാണ് ഈ ഭാഗത്ത് വരുന്നത്. നമുക്ക് വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. ഒബ്സ്ട്രക്റ്റഡ് ഫ്ലാറ്റുലൻസ് ഇൻ ദ അബ്ഡമൻ, ഫുൾനെസ്, ഡിസ്റ്റൻഷൻ, ഹാർഡ്നെസ്, ഹെവിനെസ്, കൺസ്ട്രിക്ഷൻ, ഡിസ്റ്റൻഷൻ വേഴ്സ് ആഫ്റ്റർ ഈറ്റിംഗ്. അപ്പോൾ അടിവയറ്റിൽ വായു നിറഞ്ഞിട്ട്, ദഹനപ്രക്രിയയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന വായു നിറഞ്ഞിട്ട് അത് പോകാതെ തടസ്സപ്പെട്ട് കിടക്കുകയാണ്. വായു കീഴ്വായുയോട്ടോ മേൽവായുയോട്ടോ പോയി കഴിഞ്ഞാൽ അതിന് ശമനം ലഭിക്കും, പക്ഷെ പോകുന്നില്ല. അങ്ങനെ നമുക്ക് നിറഞ്ഞ് വീർത്ത് കെട്ടി വയർ കല്ലിച്ചതുപോലെ, വയറിന് ഭാരം ഇടുങ്ങിയിരിക്കുന്ന പോലെ ആഹാരം കഴിച്ചാൽ ഈ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നൊരവസ്ഥ. പെയിൻ ഇൻ അബ്ഡമൻ വേഴ്സ് ആഫ്റ്റർ ഈറ്റിംഗ്. അടിവയറിൽ വേദനയുണ്ട്, അതും ആഹാരം കഴിച്ചാൽ വർദ്ധിക്കും. ബിഫോർ മെൻസസ്, ഡ്യൂറിങ് മെൻസസ് വേഴ്സ് വാക്കിംഗ് ആൻഡ് ബെറ്റർ ബൈ വാം ആപ്ലിക്കേഷൻസ്. അപ്പോൾ ആർത്തവത്തിന് മുൻപും ആർത്തവ സമയത്തും ഈ അടിവയറിൻ്റെ വേദന വർദ്ധിക്കുന്നു. അത് നടക്കുന്നതുകൊണ്ട് വർദ്ധിക്കുന്നു. ചൂട് പിടിച്ചാൽ അതിന് ശമനം കിട്ടും. പെയിൻ ഇൻ റീജിയൻ ഓഫ് ദ ലിവർ, ബേണിംഗ് ഇൻ ദ അബ്ഡമൻ. കരളിൻ്റെ ഭാഗത്ത് വേദന, അടിവയറിൽ പൊള്ളൽ പോലെ. ക്രാമ്പിംഗ്, കോളിക്കി പെയിൻസ് ബിഗിൻ ഇൻ ദ സ്റ്റൊമക്ക് ആൻഡ് പാസ് ഡൗൺ ഇൻ ടു ബവൽസ് വിത്ത് ഏർജിങ് ടു സ്റ്റൂൾ. വലിച്ചു കോച്ചുന്ന പോലെ വല്ലാത്ത തരത്തിലുള്ള വേദന, അത് വയറിൽ ആമാശയത്തിൻ്റെ ഭാഗത്ത് തുടങ്ങിയിട്ട് താഴെ കുടലിലേക്ക് ഭാഗത്തേക്കും അടിവയറിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകുന്നു. അപ്പോഴേക്കും മലശോധനയ്ക്കുള്ള ഒരു തോന്നൽ ഉണ്ടാകുകയും ചെയ്യുന്നു. ക്രാമ്പിംഗ് ഓൾ ഓവർ അബ്ഡമൻ ആൻഡ് ദെൻ മസ്റ്റ് റൺ ആൻഡ് പാസ് എ വാട്ടറി ഫെറ്റഡ് യെല്ലോ സ്റ്റൂൾ. അപ്പോൾ അടിവയറ്റിൽ മൊത്തത്തിൽ ഒരു വലിച്ചു കോച്ചൽ പോലെ വന്നിട്ട് മലശോധന നടത്തണമെന്നുള്ള താല്പര്യം വന്നിട്ട് ഒട്ടും നിയന്ത്രിക്കാൻ പറ്റാതെ കക്കൂസിലേക്ക് ഓടണം എന്നുള്ള അവസ്ഥ വരുന്നു. എന്നിട്ട് പോകുന്ന മലമാണെങ്കിലോ വെള്ളം പോലെ കടുത്ത ദുർഗന്ധമുള്ളത് മഞ്ഞ നിറത്തിലുള്ള സ്റ്റൂള് പോവുകയും ചെയ്യും. കട്ടിങ് ആൻഡ് പ്രസ്സിങ്, സ്റ്റിച്ചിങ് പെയിൻസ് ഇൻ ലെഫ്റ്റ് ഹൈപ്പോകോൺട്രിയം ആൻഡ് ഇൻ ദ ലിവർ, ടിയറിങ് പെയിൻസ് ഇൻ അബ്ഡമൻ. അപ്പോൾ ഇടതുവശത്ത് മേൽഭാഗത്തായിട്ട് കുത്തുന്ന പോലുള്ള വേദന, വെട്ടുന്ന പോലുള്ള വേദന, അമർത്തുന്ന പോലുള്ള വേദന, ലിവറിൻ്റെ ഭാഗത്തും കരളിൻ്റെ ഭാഗത്തും അത്തരം വേദന ഉണ്ട്. അടിവയറ്റിലാണെങ്കിൽ വലിച്ചു കീറുന്ന പോലുള്ള വേദന. റംബ്ലിങ് ആൻഡ് ടെൻഷൻസ്, ആകെ വയറിൽ ഇരമ്പൽ, വലിഞ്ഞു മുറിയുള്ള അനുഭവങ്ങൾ. ലൂസ് സ്റ്റൂളിന് നേരെ വിപരീതമായിട്ട് മലബന്ധവും വരാം. കോൺസ്റ്റിപ്പേഷൻ, വെരി ഡിഫിക്കൽട്ട് സ്റ്റൂൾ. കോൺസ്റ്റിപ്പേഷൻ ഇറ്റാലിക്സിലാണ്. വെരി ഡിഫിക്കൽട്ട് സ്റ്റൂൾ. അൺസാറ്റിസ്ഫാക്ടറി, സ്കാൻഡി സ്റ്റൂൾ. കുറച്ച് മലം പോകുന്നു, അതുകൊണ്ട് മലശോധന നടന്നതിൻ്റെതായിട്ടുള്ളൊരു ആശ്വാസം കിട്ടുന്നില്ല. മച്ച് സ്ട്രെയിനിങ്, ഈവൻ സോഫ്റ്റ് സ്റ്റൂൾ ഈസ് ഡിഫിക്കൽട്ട്. മലം പോകാൻ വല്ലാതെ ബലപ്രയോഗം നടത്തണം. അത് മൃദുവായ മലമാണെങ്കിൽ പോലും അത് പോകാൻ ബലപ്രയോഗം വേണ്ടി വരുന്നൊരവസ്ഥ. കൺസ്ട്രക്ഷൻ ഓഫ് ദ ഏനസ് ഡ്യൂറിങ് സ്റ്റൂൾ. മലം പോകുന്ന സമയത്ത് മലദ്വാരത്ത് ഇങ്ങനെ ഇടുങ്ങിയതുപോലെ. ഡയറിയ ഡ്രൈവിങ് ഔട്ട് ഓഫ് ബെഡ് അറ്റ് 5 AM. 5 മണിക്ക് എഴുന്നേറ്റ് ഓടണം. വയറിളക്കം ചിലപ്പോൾ കാലിലൂടെ പോവുകയും ചെയ്യും 5 മണിക്ക്. ഈ ഔഷധം പല ഔഷധത്തിലുമുണ്ട്. ഇങ്ങനെയുള്ള ഒരു കേസ് എൻ്റെ ഒരു ബന്ധുവിൻ്റെയാണ്. ഞാൻ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങി കുറച്ചു കാലം കഴിഞ്ഞു. എൻ്റെ സ്വന്തം ഹീലിങ്ങൊക്കെ കഴിഞ്ഞ ശേഷം ഒരുപാട് ചികിത്സ നടത്തി ഒരു ഫലമില്ലാതിരിക്കുന്ന വിചിത്രമായ ചില മരുന്നുകളൊക്കെയാണ് കഴിച്ചത്. 2 ഔഷധങ്ങൾ ചേർത്ത് മിക്സ് ചെയ്ത എന്നൊരു ഔഷധം അറിയപ്പെടുന്നൊരു ഒരാളാണ് കൊടുത്തത്. ഒരു ഫലം ഉണ്ടായില്ല. അദ്ദേഹം കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്ത് ഡോക്ടർ ഷെണായ അടുത്ത് കൊണ്ടുപോയി. ഷെണായ കേസ് എടുത്തു. ഇതായിരുന്നില്ല, മറ്റൊരു ഔഷധമായിരുന്നു. അത് കൊടുത്ത് ഒരു 2 മാസത്തെ ചികിത്സ കൊണ്ട് ആ പ്രശ്നം മാറിപ്പോയി. ആളുടെ ജോലിയെ പോലും വല്ലാതെ ബാധിക്കുന്ന പ്രശ്നമായിരുന്നു. അത് മാറിപ്പോയി. അപ്പോൾ നിരവധി ഔഷധങ്ങളിൽ ഈ ഒരു പ്രശ്നമുണ്ട്. ഫസ്റ്റ് അൺഡൈജസ്റ്റഡ്, ദെൻ വാട്ടറി, ക്ലിയർ വിത്ത് മച്ച് ഫ്ലാറ്റസ് ഫ്രം ഫ്രൂട്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ പല കാരണങ്ങളുണ്ടാകാം. പഴങ്ങൾ കഴിച്ചിട്ട് രാത്രി ഒരു ലാസ്റ്റ് മീൽ എന്ന രീതിയിൽ പഴങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. അങ്ങനത്തെ ഒരു
ശീലം പലർക്കും ഉണ്ട്. പക്ഷേ അത് കഴിച്ചു കഴിഞ്ഞാൽ അലൂമിന സിലിക്കേറ്റ് പേഷ്യൻ്റ് ആണെങ്കിൽ ആദ്യം ഇങ്ങനെ 5 മണിക്ക് എഴുന്നേറ്റ് ഓടാൻ നേരത്ത് ആദ്യം ദഹിക്കാത്ത പോവും, പിന്നെ വെള്ളം പോലെ പോവും, പിന്നെ ക്ലിയർ ആയിട്ട് പോവും, കീഴുവായുവിലൂടെ പോവും നമ്മുടെ പഴങ്ങൾ കഴിക്കുന്നതുകൊണ്ട്. പാസസ് മച്ച് ഫ്ലാറ്റസ് വിത്ത് സ്റ്റൂൾ, ഫ്ലാറ്റസ് ഒഫൻസീവ് വിത്തൗട്ട് സ്റ്റൂൾ. അപ്പോൾ മലം പോകുന്നതിൻ്റെ കൂടെ കീഴുവായും നല്ല രീതിയിൽ പോകുന്നുണ്ട്, അത് ദുർഗന്ധമുണ്ട്. മലമില്ലാതെ കീഴുവായു മാത്രമായിട്ട് പോകുമ്പോൾ വല്ലാത്ത ദുർഗന്ധമുണ്ട്. അപ്പോൾ മലം കെട്ടിക്കിടക്കുന്നതിൻ്റെ അർത്ഥം. ക്രോളിങ് അറ്റ് ദ എയ്നസ്, ക്രോളിങ് അറ്റ് ദ എയ്നസ്, അതിനെക്കുറിച്ച് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ കൃമികടി എന്ന് പറയാം. അതാണ്, അല്ലാതെ വേറെന്താണ് ക്രോളിങ്? അല്ലാതെ കൃമികളില്ലാതെ ക്രോളിങ് ഉണ്ടാകുമെന്ന് എനിക്കറിഞ്ഞൂടെ. ഏതായാലും മലദ്വാരത്തിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഇഴഞ്ഞു കിടക്കുന്ന പോലെ, ചൊറിയുന്ന പോലെ നമ്മൾ കൃമികടി എന്ന് പറയുന്ന ഉണ്ടാകുന്നൊരവസ്ഥ. ഹെമറേജ് ഫ്രം എക്സ്റ്റേണൽ പൈൽസ്, പുറത്തേക്ക് വന്ന പൈൽസ് കൊണ്ട് അതിൽ നിന്നും രക്തസ്രാവം. ഇനാക്ടിവിറ്റി ഓഫ് ദ റക്ടം, മലാശയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല, മലത്തെ പിടിച്ചു നിർത്താനും പറ്റില്ല, എക്സ്പെൽ ചെയ്യാനും പറ്റുന്നില്ല. അത് രണ്ടും ഉണ്ടല്ലോ ഇനാക്ടിവിറ്റി. ഇച്ചിങ് ഓഫ് ദ ഏനസ്, വാഷ് ബൈ സ്ക്രാച്ചിങ്. മലദ്വാരത്തിൻ്റെ ഭാഗത്ത് ചൊറിച്ചിൽ വരും, അത് ചൊറിഞ്ഞു കഴിഞ്ഞാൽ ആ ചൊറിച്ചിൽ കൂടും. മോയ്സ്ചർ അറൗണ്ട് ദ ഏനസ്, അത് ചുറ്റും നനവുണ്ടാകുന്നു. പെയിൻ ഇൻ ഏനസ് ഡ്യൂറിങ് സ്റ്റൂൾ, മലശോധനയുടെ സമയത്ത് മലദ്വാരത്തിൻ്റെ ഭാഗത്ത് വേദന ഉണ്ടാകുന്നു. അർശസ് ഉള്ള രോഗികളൊക്കെ പറയുന്ന ഒരവസ്ഥകളാണ് ഈ സ്രവങ്ങൾ വരലും നനഞ്ഞിരിക്കലും ഒക്കെ. ബേണിംഗ് ഡ്യൂറിങ് സ്റ്റൂൾ, മലം പോകുന്ന സമയത്ത് പൊള്ളൽ. കട്ടിങ്, പ്രസ്സിങ്, സോർനെസ് ആൻഡ് സ്റ്റിച്ചിങ്, വെട്ടുന്ന പോലെ, ഞെക്കുന്ന പോലെ, അല്ലാതെ ഒരു ചതഞ്ഞ പോലുള്ള നൊമ്പരം, കുത്തുന്ന പോലുള്ള അനുഭവം. ടെനസ്മസ് ഓഫ് ദ റക്ടം, പെർസിസ്റ്റൻ്റ് അർജ്, വയറ്റിൽ നിന്ന് പോയാലും ഒന്നുമില്ലെങ്കിലും പോകണമെന്ന് തോന്നൽ. പാരലിസിസ് ഓഫ് ദ റക്ടം, ഇനാക്ടിവിറ്റിയുടെ ഒരു കുറച്ചുകൂടി കൂടിയ ഹയർ ഡിഗ്രി, തളർന്നുപോയി. ഇൻഎഫക്ച്വൽ അർജിങ് സ്റ്റൂൾ, മലം പോകാൻ തോന്നും പക്ഷെ പോകുന്നില്ല. ദ സ്റ്റൂൾ ഈസ് ബ്ലഡി, കോപ്പിയസ്, ഡാർക്ക്, ഡ്രൈ, ഹാർഡ്, നോട്ടി, ലാർജ്, ഒഫൻസീവ്, സ്കാൻഡി, സോഫ്റ്റ്, തിൻ, വാട്ടറി, അൺഡൈജസ്റ്റ്. ചുരുക്കി പറഞ്ഞാൽ മലം എല്ലാ തരത്തിലുമുണ്ട്. നല്ല കട്ടിയുള്ള കല്ല് പോലെയുള്ള ഗോലികൾ പോലെയുള്ള ചെറു ഗോളങ്ങൾ പോലുള്ള മലം മുതൽ പച്ചവെള്ളം പോലുള്ള മലം വരെ എല്ലാം ഉണ്ട്, ദുർഗന്ധമുണ്ട്, ഒക്കെ ഉണ്ട്. പാരലറ്റിക് വീക്ക്നെസ് ഓഫ് ദ ബ്ലാഡർ, ഇനി മൂത്രാശയമായിട്ട് ബന്ധപ്പെട്ട് മൂത്രസഞ്ചിയിൽ ഒരു തളർച്ച, തളർവാദം പിടിപെട്ട പോലെ, അതിൻ്റെ ഫലമായിട്ട് റിട്ടൻഷൻ ഓഫ് യൂറിൻ, മൂത്രം കെട്ടിക്കിടക്കും. ടെനസ്മസ് വൈൽ പാസിങ് യൂറിൻ, മൂത്രം പോകുന്ന സമയത്ത് ഇടയ്ക്ക് പോകണം, വീണ്ടും പോകണം എന്നുള്ള തോന്നൽ വരുന്നു. അർജ് നിലനിൽക്കുന്നു, പെർസിസ്റ്റ് ചെയ്യുന്നു. ഇൻഎഫക്ച്വൽ അർജിങ് ടു യൂറിനേറ്റ്, ഇനി മൂത്രം ഒഴിക്കാൻ തോന്നിയാലും മൂത്രം പോകാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ മലാശയമായിട്ട് ബന്ധപ്പെട്ടും ബ്ലാഡറും മൂത്രാശയമായിട്ട് ബന്ധപ്പെട്ടും ഇതേപോലെ എക്സ്ട്രീംസ് ഉണ്ട്. അപ്പോൾ അവിടെ ബേസിക് പ്രശ്നമാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്. പാരലിസിസോളം എത്തുന്ന ഇനാക്ടിവിറ്റി. ഫ്രീക്വൻറ്റ് അർജിങ് ടു പാസ് യൂറിൻ, ഇടക്കിടക്ക് മൂത്രം പോകാൻ തോന്നും. വോൾസ് അറ്റ് നൈറ്റ്, രാത്രിയിൽ വർദ്ധിക്കും. യൂറിനേഷൻ ഫീബിൾ സ്ട്രീം, വളരെ ഫീബിളായിട്ട് നേർത്ത ധാരയായിട്ട് മൂത്രം പോവുള്ളൂ. ഫ്രീക്വൻറ്റ് ഡ്യൂറിങ് നൈറ്റ്, രാത്രിയിൽ അത് ഇടക്കിടക്ക് ഉണ്ടാവും. മസ്റ്റ് വെയിറ്റ് ലോങ് ഫോർ യൂറിൻ ടു ഫ്ലോ, മൂത്രം ഒഴുകി തുടങ്ങാൻ വേണ്ടിയിട്ട് കാത്തിരുന്നേ പറ്റൂ. മസ്റ്റ് വെയിറ്റ്. അൺസാറ്റിസ്ഫാക്ടറി ഫീലിംഗ് ഇൻ ദ ബ്ലാഡർ ആഫ്റ്റർ യൂറിനേഷൻ, ഇൻവോളണ്ടറി യൂറിനേഷൻ. മൂത്രം പോയി കഴിഞ്ഞാലും മൂത്രശോധന നടത്തിയതിൻ്റെ ഒരു തൃപ്തി, ഈ എല്ലാ ശോധനകൾ കൊണ്ടും ഒരു തൃപ്തിയുണ്ട്. ഒരു മൂത്രം പോകുന്നതുകൊണ്ട്, മലം പോകുന്നതുകൊണ്ട്, അതുപോലെ ലൈംഗികമായ സ്രവങ്ങൾ പോകുന്നതുകൊണ്ടും ഒക്കെ അതിനതിൻ്റെ ഒരു സംതൃപ്തിയുണ്ട്. അതാണ് സാറ്റിസ്ഫാക്ഷൻ. അതില്ല മൂത്രം പോകുമ്പോൾ, മൂത്രം ഒഴിച്ച് കഴിയുമ്പോൾ അനുഭവിക്കുന്ന ആ ഒരു സർട്ടൺ ഡിഗ്രി ഓഫ് സാറ്റിസ്ഫാക്ഷൻ അതില്ല. ഇൻവോളണ്ടറി യൂറിനേഷൻ ഉണ്ട്, അറിയാതെ മൂത്രം പോകുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഇനാക്ടിവിറ്റിയും പാരലിസിസും രക്തത്തിലും ബ്ലാഡറിലും യൂറിനറി ട്രാക്റ്റിലും ഒക്കെ ഉണ്ട്. എമിഷൻ ഓഫ് പ്രൊസ്റ്റേറ്റ് ഫ്ലൂയിഡ് ഡ്യൂറിങ് സ്റ്റൂൾ, ദ ഗ്ലാൻഡ് ഈസ് എൻലാർജ്, സോർ ആൻഡ് പെയിൻഫുൾ. പ്രൊസ്റ്റേറ്റ് ഗ്ലാൻഡ് ഇൻഫ്ലെയിംഡ്, പുരുഷഗ്രന്ഥി, പ്രൊസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ധാരാളം പ്രശ്നങ്ങൾ പൊതുവേ ഒരു മധ്യ വയസ്സിലൊക്കെ എത്തിയ പുരുഷന്മാർക്കൊക്കെ വരുന്നൊരവസ്ഥയാണ്. മലം പോകുമ്പോൾ ആ പ്രൊസ്റ്റേറ്റ് ജ്യൂസ് പോകുന്നു, പ്രൊസ്റ്റേറ്റ് ഗ്രന്ഥി വീർത്തിരിക്കുന്നു, അവിടെ നൊമ്പരമുണ്ട്, അല്ലാതെ തന്നെ വേദന, ശരിക്കുള്ള വേദനയുണ്ട്, ഗ്രന്ഥിക്ക് വീക്കം വന്നിരിക്കുന്നു. വലുതാകെ മാത്രമല്ല പ്രൊസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം പോലും വന്നിരിക്കുന്നു. സർജിക്കൽ കണ്ടീഷൻസൊക്കെ പറയാവുന്ന ഈ അവസ്ഥകളൊക്കെ ഹോമിയോപ്പതി ഔഷധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ.
ഡിസ്ചാർജ് ഓഫ് മ്യൂക്കസ് ആൻഡ് പസ് ഫ്രം ദ യുറേത്ര. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കഫവും പഴുപ്പും മൂത്രനാളത്തിലൂടെ പോകുന്നു. ബേണിംഗ് വെൻ പാസിംഗ് യൂറിൻ, മൂത്രം പോകുമ്പോൾ പൊള്ളല്. കട്ടിങ് ഡ്യൂറിങ് ഫ്ലോ ഓഫ് യൂറിൻ, മൂത്രം പോയിക്കൊണ്ടിരിക്കുമ്പോൾ വെട്ടുന്ന പോലത്തെ വെട്ടിമുറിക്കുന്ന പോലത്തെ വേദന, പൊള്ളല്. യൂറിൻ കോപ്പിയസ് ലേറ്റർ സ്കാൻഡി, ബേണിംഗ് ക്ലൗഡി ആൻഡ് റെഡ്. അപ്പോൾ അതും വ്യത്യസ്ത രീതിയിലുണ്ട്. ധാരാളം മൂത്രം പോകുന്നു, പിന്നെ മൂത്രം അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മൂത്രം വേണ്ടത്ര പോകാതാവുന്നു, പൊള്ളുന്നു. മൂത്രത്തിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിലൊരു മേഘങ്ങളിങ്ങനെ തങ്ങി നിൽക്കുന്ന പോലെ ചുവന്ന നിറത്തിലും വരാം. റെഡ് സെഡിമെൻറ്റ്, ചുവന്ന നിറത്തിൽ അടി ഊറാം. സ്പെസിഫിക് ഗ്രാവിറ്റി നോർമൽ, പക്ഷേ ഡെൻസിറ്റിയിൽ സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ വ്യത്യാസം വരുന്നില്ല. പഞ്ചസാരയുടെ അംശമില്ല, ആൽബുമിൻ്റെ അംശമില്ല. നോ ഷുഗർ, നോ ആൽബുമിൻ. ട്രബിൾസം ഇറക്ഷൻസ് ഓഫ് ദ മെയിൽ ഡ്യൂറിങ് ദ നൈറ്റ്. ഇനി ലൈംഗികമായിട്ടുള്ള ലക്ഷണങ്ങളാണ്. പുരുഷന് രാത്രിയിൽ ഉള്ള ഇറക്ഷൻ വളരെ പ്രയാസകരമാണ്, നോർമലായിട്ട് കിട്ടുന്നില്ല. വിച്ച് ആർ വെരി സ്ട്രോങ് ആൻഡ് പെയിൻഫുൾ. ശക്തമായിട്ടുണ്ടാകാം, വേദനാജനകം ഉണ്ടാകാം. പിന്നെ ശക്തമായി ഉണ്ടാകുന്നതുകൊണ്ടുള്ള പ്രയോജനമില്ലെന്നർത്ഥം. ദ ടെസ്റ്റസ് ആർ സ്വോളൻ ആൻഡ് ഹാർഡ്. വൃഷണങ്ങൾ വീക്കം വരുന്നു, കല്ലിച്ചു പോകുന്നു. ദ ഗ്ലാൻഡ് പീനിസ് ഈസ് റെഡ് ആൻഡ് എസ്കോറിയേറ്റഡ്. ലിംഗാഗ്രഭാഗം അവിടെ ദ്രവിച്ച് തൊലി, ഈ മൂത്രമോ മറ്റോ സെമനോ ഒക്കെ എക്സ്കോറിയേറ്റിംഗ് നേച്ചർ ഉള്ളതുകൊണ്ട് അവിടെ തൊലി പോയിരിക്കുന്നു, ചെമന്ന നിറമായിരിക്കുന്നു. ദ സ്ക്രോട്ടം ഇച്ചസ് ആൻഡ് പെർസ്പയേഴ്സ്. വൃഷണസഞ്ചിയിൽ ചൊറിച്ചിലും അവിടെ വിയർപ്പ് വരുന്നു. ഫ്രീക്വൻറ്റ് സെമിനൽ എമിഷൻസ്. സെക്ഷൽ എക്സൈറ്റ്മെൻറ്റ് ഈസ് സ്ട്രോങ് ഡ്യൂറിങ് ദ ഈവനിങ് ആൻഡ് നൈറ്റ്. അപ്പോൾ ലൈംഗികമായ ഉത്തേജനം രാത്രിയിൽ സായന്നത്തിൽ മുതലുണ്ട്, ശക്തമായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ശുക്ലത്തിൻ്റെ സ്ഖലനവും സംഭവിക്കുന്നു. ദ വുമൺ ഹാസ് ടോമെൻറ്റിങ് ഇച്ചിങ് ആൻഡ് ക്രോളിങ് വേഴ്സ് ആഫ്റ്റർ യൂറിനേഷൻ. സ്ത്രീകളെ സംബന്ധിച്ചോളം മൂത്രം പോയ ശേഷം ചൊറിച്ചിലും എന്തൊക്കെ ഇഴയുന്ന പോലെ, കൃമി ഒക്കെ ഇഴയുന്ന പോലുള്ളൊരു അനുഭവം. ആ ടോർമെൻറ്റിങ് ആ സ്ത്രീയായിട്ട് വല്ലാതെ പീഡിപ്പിക്കുന്നത്. വേഴ്സ് ആഫ്റ്റർ സ്ക്രാച്ചിങ്. അത് ചൊറിയും, സ്വാഭാവിക ചൊറിയുമ്പോഴേക്കും സ്ഥിതി മോശമായിട്ട്, ചൊറിയുമ്പോൾ ആശ്വാസമില്ല. ബെറ്റർ ബൈ കോൾഡ് ആപ്ലിക്കേഷൻസ്. തണുത്ത എന്തെങ്കിലും തുണിയോ പഞ്ഞിയോ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ, തണുത്ത വെള്ളം ധാരയായിട്ട് ഒഴിച്ച് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശമനം കിട്ടും. അതാണ് അതിൻ്റെ മൊഡാലിറ്റി. ലുക്കോറിയ ആക്രിഡ്, ബ്ലഡി, കോപ്പിയസ്, പ്യുർലൻറ്റ്, തിൻ, വൈറ്റ് ഓർ യെല്ലോ. വേഴ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ മെൻസസ്. ആർത്തവത്തിന് മുൻപും അല്ലെങ്കിൽ പിൻപോ ഈ വെള്ളപ്പോക്ക് വർദ്ധിക്കാം. അതെങ്ങനെയാണ്? ആക്രിഡ്, അത് നീറ്റലുണ്ടാക്കും, സ്പർശിക്കുന്ന ഭാഗങ്ങളിൽ തൊലി പോകാം, രക്തം കലർന്നു വരാം, ധാരാളമായിട്ട് അമിതമായിട്ട് വരാം, പഴുപ്പ് വരുന്ന പോലെ വരാം, നേർത്തും വരാം, വെളുത്ത നിറത്തിലോ മഞ്ഞ നിറത്തിലോ ഒക്കെ വരാം. മെൻസസ് ഇൻ വൺ പ്രൂവർ ടു ഫ്രീക്വൻറ്റ്, ഇൻ സെവറൽ പ്രൂവേഴ്സ് ടു ലേറ്റ്. അപ്പോൾ ആർത്തവം പ്രൂവേഴ്സിൽ ഒരു സ്ത്രീയിൽ ഇടക്കിടക്ക് വന്നു, വല്ലാതെ അടുപ്പിച്ചടുപ്പിച്ച് വന്നു. പക്ഷെ നിരവധി പേരിലും വൈകിയാണ് വന്നത്. ഇൻ്റർമിറ്റൻറ്റ്, ഒന്ന് ഇടവിട്ട് വരുന്നു. ഒഫൻസീവ്, അതിൽ ദുർഗന്ധം ഉണ്ടാകുന്നു, വല്ലാത്ത വേദന ഉണ്ടാകുന്നു, കുറച്ച് ബ്ലീഡിങ്ങേ സംഭവിക്കുന്നുള്ളൂ. ജേർക്കിംഗ് ഇൻ ഓൾ ദ ലിംസ്. എല്ലാ കൈകാലുകളിലൊക്കെ വലിച്ചു കോച്ചലുകൾ, വിറയൽ മാതിരിക്കുക. നമ്പൻസ് ഓഫ് ഓൾ ദ ലിംസ്. ലിംബുകൾ, കൈകാലുകളിലൊക്കെ മരവിപ്പ്. ലെഗ്സ്, ഫീറ്റ് ആൻഡ് ഹീൽസ്. നമ്പൻസ് ഓഫ് ഫസ്റ്റ് 2 toes ഓഫ് റൈറ്റ് ഫുട്ട് വൈ ലൈയിങ് ഓൺ ദ ബാക്ക്. ഇങ്ങനെ ചാഞ്ഞ് കിടക്കുമ്പോൾ, മുതുകിൽ കൊണ്ട് കിടക്കുമ്പോൾ വലത് കാലിൽ ആദ്യത്തെ 2 വിരലുകളിൽ മരവിപ്പ്. അല്ലാതെ പൊതുവെ മരവിപ്പുണ്ട്, ലോവർ ലിംസ് ഉണ്ട്. ലെഗ്സും ഫീറ്റും ഇറ്റാലിക്സാണ്. പക്ഷെ വലത് കാലിൽ 2 വിരലുകൾ, തള്ളവിരലും അതിനടുത്ത വിരലും കിടക്കുമ്പോൾ. പെയിൻ ദ ലിംസ് ഫ്രം എക്സൈറ്റ്മെൻറ്റ്. എന്തെങ്കിലും ഉത്തേജനം ഉണ്ടാകുമ്പോൾ കൈകാലുകളിൽ വേദന. വേഴ്സ് ഫ്രം മോഷൻ, ചലിക്കുന്നതുകൊണ്ട് വർദ്ധിക്കുന്നു. വേഴ്സ് ഡ്യൂറിങ് ദ നൈറ്റ്, രാത്രിയിലും വർദ്ധിക്കുന്നു. പെയിൻ ഇൻ ദ ജോയിൻസ്. പെയിൻ അപ്പർ ലിംസ്, ഷോൾഡേഴ്സ്, എൽബോ, ഫോറാം, ഹാൻഡ് ആൻഡ് ഫിംഗേഴ്സ്. പെയിൻ അലോങ് ദ കോഴ്സ് ഓഫ് നെർവ്സ്. അപ്പോൾ കൈകാലുകൾ എല്ലാ സന്ധികളിലും വേദനയുണ്ട്, കൈകളിൽ വേദനയുണ്ട്, ഭുജത്തിൽ ഒക്കെ, മുൻകൈയിലും കൈപ്പത്തിയിലും വിരലുകളിലും ഒക്കെ എല്ലായിടത്തും വേദനയുണ്ട്. ഈ നാഡികൾ പോകുന്ന ആ പാതയിൽ നാഡികൾക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ട്, നാഡികൾ ഇൻവോൾവ് ആയിട്ടാണ് അവിടെയും വേദനയുണ്ട്. പെയിൻ ഇൻ ലോവർ ലിംസ് ഫ്രം മോഷൻ ആൻഡ് എക്സൈറ്റ്മെൻറ്റ്. കാലുകളിൽ വേദന ചലിക്കുന്നതുകൊണ്ട്, നടക്കുന്നതുകൊണ്ട് വർദ്ധിക്കും. എന്തെങ്കിലും ഉത്തേജനം, ആവേശം കൊള്ളുന്നതുകൊണ്ടൊക്കെ വർദ്ധിക്കും. പെയിൻ തൈസ്, ലെഗ്സ് ആൻഡ് ഫീറ്റ്. തുട മുതൽ ഇങ്ങോട്ട് താഴെ വേദനയുണ്ട്. പെയിൻ അലോങ് ദ കോഴ്സ് ഓഫ് നെർവ്സ്. നേരത്തെ പറഞ്ഞ പോലെ
കാലുകളിലും നാഡികൾ പോകുന്ന വഴികളിലൊക്കെ വേദനയുണ്ട്. പെയിൻ ട്രാവൽസ് ഫ്രം ബിലോ അപ്വേർഡ്സ്. അതിൻ്റെ ഡിറക്ഷൻ വളരെ പ്രധാനമാണ്. ഫ്രം അപ്വേർഡ് ഡൗൺവേർഡ്സ് എന്നുള്ളത് കുറേയൊക്കെ നോർമലാണെന്ന് പറയാം. താഴെ നിന്ന് മേലേക്കുള്ള വേദന അത് കൂടുതൽ മോശമായ തരത്തിലുള്ള വേദനയാണ്. ഏത് മാറ്റവും താഴെ നിന്ന് മേലേക്കെന്ന് പറയുമ്പോൾ അത് കൂടുതൽ ഒരു കടുത്ത ഒരു സിക്നെസ്സിനെ സൂചിപ്പിക്കുന്നതാണ്. വേഴ്സ് ഓൺ ലെഫ്റ്റ് സൈഡ്. അപ്പോൾ ഈ വേദന ഇടതുവശമാണ് കൂടുതൽ. പെയിൻ ഗോസ് ടു കാർഡിയാക് റീജിയൻ. ഹൃദയത്തിൻ്റെ മേഖലയിലേക്ക് വേദന പോകുന്നുണ്ട്. ആൻഡ് ദെൻ ടു ലെഫ്റ്റ് ടെമ്പിൾ. ഹൃദയത്തിൻ്റെ ഭാഗത്തേക്ക് പോയിട്ട് ഹൃദയത്തിൻ്റെ ഭാഗത്തിന് ഇടതുവശം, അവിടുന്ന് ഇടത് ചെന്നിയിലേക്ക് അത് വ്യാപിക്കുന്നു. ഏക്കിംഗ് പെയിൻ ഇൻ ലെഗ്സ്. കാലുകളിൽ വേദന. ബേണിംഗ് പെയിൻ ഇൻ ലിംസ്. പൊള്ളുന്ന പോലെ വേദന. ബേണിംഗ് പെയിൻ ഇൻ ആംസ് ഫ്രം എക്സൈറ്റ്മെൻറ്റ്. ഇത് തുടർച്ചയായിട്ട് കാണുന്നുണ്ട്. ഉത്തേജിതാവസ്ഥ കൊണ്ടുള്ള വേദനകൾ കാണാം. എക്സൈറ്റ്മെൻറ്റ് ഇവിടെയാണ് ഇറ്റാലിസിലുമാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാലുകളിൽ പൊള്ളുന്ന വേദന ഉത്തേജിതാവസ്ഥ കൊണ്ട് അത് ഉണ്ടാകുന്നു. ബേണിംഗ് ഇൻ ദ സോൾസ്. കാൽവിളകളിൽ പൊള്ളല്. ക്രഷിംഗ് പെയിൻ ഇൻ ദ ബോൺസ് ഓഫ് ലെഗ്സ്. കാലിൻ്റെ അസ്ഥികളിൽ ഇങ്ങനെ ഞെരിക്കുന്ന പോലെ വേദന. ആൻഡ് ഇൻ ദ മസിൽസ്. അസ്ഥികൾ മാത്രമല്ല പേശികളിലും വേദനയുണ്ട്. ഡ്രോയിങ് പെയിൻ ഇൻ അപ്പർ ആംസ് ആൻഡ് ഇൻ ഫോർ ആം. അപ്പർ ആമിലും ഫോർ ആമിലും ഒക്കെ വേദനയുണ്ട്. ഡ്രോയിങ് പെയിൻ ഇൻ തൈസ്. തുടകളിൽ വേദനയുണ്ട്. ആംഗിൾസിൽ വേദനയുണ്ട്. പ്രിക്കിംഗ് പെയിനാണ്. ഡ്രോയിങ് പെയിനാണ്. പ്രിക്കിംഗ് പെയിനാണ്. തിങ്സ് എ നിറ്റിംഗ് നീഡിൽ ഈസ് ത്രസ്റ്റ് ഡീപ്പ് ഇൻ ടു മസിൽ ഓഫ് റൈറ്റ് ഹിപ്പ്. വലതുവശത്തുള്ള ഇടുപ്പിലേക്ക് ഒരു സൂചി, വലിയ സൂചി, ഈ നെയ്യുന്ന, ഇപ്പോൾ ഉടുപ്പൊക്കെ നെയ്യുന്ന തരത്തിലുള്ള ഈ കമ്പിളി നൂലൊക്കെ കൊണ്ട് തിന്നുന്ന തരത്തിലുള്ള സൂചി, ആ സൂചി വലത് ഇടുപ്പിലേക്ക് ആഴത്തിലേക്ക് ഇറക്കുന്ന പോലെ വേദന. സോർ ബ്രൂയിസ് ലിംസ്. അപ്പോൾ ലിംസിലൊക്കെ നൊമ്പരമുണ്ട്, ചതവ് പറ്റിയുള്ള വേദന. ലോവർ ലിംസ്. അത് ലോവർ ലിംസ് ഇറ്റാലിസാണ്. ലെഗ്സ്, ടിബിയ, സോൾസ് കാൽവിളകൾ, അതും ക്യാപിറ്റൽസിലാണ്. അപ്പോൾ ലിംസ് എന്നുള്ളതും പ്രാധാന്യമുണ്ട്, സോൾസിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. സ്റ്റിച്ചിങ് പെയിൻ ഇൻ അപ്പർ ലിംസ്. കൈകളിൽ കുത്തുന്ന പോലുള്ള വേദന. ലിംസ്, ഷോൾഡർ, അപ്പർ ആം, എൽബോ ആൻഡ് റിസ്റ്റ്. മേലിൽ ലിംസിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. സ്റ്റിച്ചിങ് പെയിൻ ഇൻ ദ ഹിപ്പ്. ഇടുപ്പിൽ കുത്തുന്ന പോലുള്ള വേദന. നീ, കാഫ്, സോൾ, ടോസ്. അവിടെയും എല്ലായിടത്തും തന്നെ വേദനയുണ്ട്. ടിയറിങ് ഇൻ അപ്പർ ലിംസ്. ഷോൾഡർ, അപ്പർ ആം, എൽബോ, ഫോർ ആം, ഹാൻഡ്സ് ആൻഡ് ഫിംഗേഴ്സ്. ടിയറിങ് പെയിൻ ഇൻ ലോവർ ലിംസ്. അപ്പോൾ കൈകാലുകളിലെല്ലാം ഈ വലിച്ചു കീറുന്നുള്ള വേദന എല്ലാ ഭാഗത്തും ഉണ്ട്. ഇടുപ്പിലുണ്ട്, തുടകളിലുണ്ട്, കാൽമുട്ടിലുണ്ട്. ഇവിടെ നീസ് എന്നുള്ളത് ക്യാപിറ്റലാണ്, പ്രധാനം. മുട്ടയുടെ വേദനയുണ്ട്. ലെഗ്സ് ക്യാപിറ്റലാണ്. കാഫ്, കാലിൻ്റെ ആ പേശി, വലിയ പേശിയിരിക്കുന്ന ഭാഗം. ആംഗിൾസ്, ഫീറ്റ്. ടിയറിംഗ് പെയിൻസ് അലോങ് ദ കോഴ്സ് ഓഫ് നെർവ്സ്. അപ്പോൾ കയ്യാലുകളുടെ വന്നപ്പോൾ എല്ലായിടത്തും വേദനയുണ്ട്. സന്ധികളിൽ വേദനയുണ്ട്, പേശികളിൽ, അസ്ഥികളിലൊക്കെ വേദനയുണ്ട്, നാഡികൾ പോകുന്ന പാതയിലൊക്കെ വേദനയുണ്ട്. വാണ്ടറിങ് പെയിൻ ഓഫ് ഓൾ കൈൻഡ്സ് ഇൻ ദ ലിംസ്. കൈകാലുകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്ന, അലഞ്ഞു നടക്കുന്ന വേദന. പെയിൻലെസ് പാരലിസ് ഓഫ് ലോവർ ലിംസ്. ഇനി ലോവർ ലിംസിൽ കാലുകളിൽ തളർച്ച വരുന്നു, വേദനയില്ല. ഓൾസോ പെയിൻ ദ പാരലൈസ്ഡ് പാർട്സ്. അതേസമയം തളർവാദം വന്ന ഭാഗങ്ങളിൽ വേദനയുണ്ട്. ഇങ്ങനെ ഈ എക്സ്ട്രീം സിംറ്റംസ്, രണ്ട് തരത്തിലുള്ള ഓപ്പോസിങ് എക്സ്ട്രീം സിംറ്റംസ് വരാൻ കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് എക്സ്റ്റെൻസീവായിട്ടുള്ള പ്രൂവിങ് നടത്തി, മെറ്റിക്കുലസ് ആയിട്ടുള്ള പ്രൂവിങ് നടത്തി, കൃത്യമായിട്ടുള്ള ഒബ്സർവേഷൻ നടത്തി, ലക്ഷണങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ സത്യസന്ധമായി എഴുതപ്പെട്ടു. അപ്പോൾ കെൻറ്റിൻ്റെ തന്നെ സ്വന്തം പ്രൂവിങ് ആയതുകൊണ്ട് അദ്ദേഹം വളരെ വിപുലമായിട്ടും സത്യസന്ധമായിട്ടും ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ലക്ഷണങ്ങൾ വളരെ വിപുലമായിട്ട് രണ്ട് എക്സ്ട്രീംസിലേക്ക് പോകുന്ന തരത്തിൽ വരുന്നത്. അത് കൺഫ്യൂസിംഗ് ആയിട്ട് എടുക്കരുത്. കെൻറ്റ് വായിച്ചാൽ കൺഫ്യൂസിംഗ് ആണെന്ന് പറയരുത്. അത്രയ്ക്കും വിപുലമായ രോഗാവസ്ഥകളിൽ ഇതിൻ്റെ പ്രയോഗ സാധ്യത വരുന്നു എന്നതുകൊണ്ട് നമ്മൾ സന്തോഷിക്കാൻ വേണ്ടത്. വാണ്ടറിങ് പെയിൻസ് ഓഫ് ഓൾ കൈൻഡ്സ് ഇൻ ലിംസ്. ടെൻഷൻ ഇൻ അപ്പർ ലിംസ് ആൻഡ് ഇൻ ദ ആംസ് വെൻ ലിഫ്റ്റിംഗ് എനിത്തിങ്. ഇനി എന്തെങ്കിലും ഉയർത്തുമ്പോൾ കൈകളിൽ ടെൻഷൻ വലിഞ്ഞു മുറുകുന്ന പോലെ. ടെൻഷൻ ഇൻ ദ കാഫ് ആൻഡ് ഫീറ്റ്. കാലുകളിലും ഉണ്ട്, കാലിലെ പേശികളിലും ഉണ്ട് ഈ വലിവ്. സ്വെല്ലിങ് ഓഫ് ദ ഫിംഗേഴ്സ്. ഇനി വിരലുകളിൽ നീർവീക്കം. സ്റ്റിഫ്നെസ് ഇൻ ദ ലോവർ ലിംസ്. കാലുകളിൽ മരവിച്ച് സന്ധികൾ ഉറച്ചു പോയതുപോലെ. ടിംഗ്ലിങ്, പ്രിക്ലിങ് ഇൻ ഓൾ ദ ലിംസ്. കൈകാലുകൾ എല്ലായിടത്തും ഇക്കിളിടുന്ന പോലുള്ള ചെറുസൂചികൾ കൊണ്ട് കുത്തുന്ന പോലുള്ള വേദന. അപ്പർ ലിംസ്, ഹാൻഡ്സ്, ഫിംഗേഴ്സ്, ലോവർ ലിംസ് ആൻഡ് ഫീറ്റ്.
ട്രംബ്ലിങ് ഓൾ ഓവർ, ശരീരം മുഴുവൻ ഇങ്ങനെ മുഴുവൻ വിറയ്ക്കും. ഇൻ ലിംസ്, ഹാൻഡ്സ് ആൻഡ് നീസ്, ട്വിച്ചിങ് ഓഫ് ലിംസ്, കൈകാലുകൾ അനിയന്ത്രിതമായി വലിച്ചു പോച്ചുന്ന അവസ്ഥകളുണ്ട്. ഇൻ ഷോൾഡർ, ലോവർ ലിംസ്, ലെഗ്സ്, ഫീറ്റ്, അത് എല്ലായിടത്തും ഉണ്ട്. കാലുകൾ മുതൽ ഭുജങ്ങൾ വരെ എവിടെയും വരാം. അൾസറേഷൻ അബൌട്ട് ദ നെയിൽസ്, നഖങ്ങളിൽ അവിടെ വ്രണങ്ങൾ വരുന്നു. അതൊരു പലരെയും ഈ ഒരു പ്രശ്നം അലട്ടിയിരിക്കുന്നതിന് എനിക്കറിയാം. ബയോകെമിക്സ് കൊണ്ട് സുഖപ്പെട്ട കഥകളും എനിക്കറിയാം. വീക്ക്നെസ് ഇൻ ദ ലിംസ്, കൈകാലുകൾ തളർച്ച. അപ്പർ ലിംസ്, അത് ഇറ്റാലിക്സാണ്, കൈകളിലുള്ള തളർച്ച കുറച്ച് കൂടുതലാണ്. ലോവർ ലിംസ് അത് കുറേ കൂടി കൂടുതലാണ്, ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ്. അപ്പോൾ അപ്പർ ലിംസും ലോവർ ലിംസും പ്രധാനമാണ്. തൈസ്, തുടകൾ, കാലുകളൊക്കെ ഈ വേദന വരുന്നുണ്ട്. അപ്പോൾ ഈ വൈവിധ്യമാർന്ന സമ്പന്നമായ ഈ ലക്ഷണസഞ്ചയത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുക, ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. വളരെ വിലപ്പെട്ട ഈ റെമഡി ശരിയായ രീതിയിൽ നിങ്ങളുടെ പ്രാക്ടീസിൽ ഉപയോഗിച്ച് അത്ഭുതകരമായ രോഗശാന്തി ഉണ്ടാകട്ടെ. ഇതിൻ്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് കുറച്ചും കൂടിയുണ്ട്. മിക്കവാറും അടുത്ത എപ്പിസോഡ് ഇത് അവസാനിക്കും. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.